ലോകം നിർമ്മിച്ചത് വിവരമുള്ള ഒരാളല്ല. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമല്ലേ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്. അതെ തീർച്ചയായും. അമ്മായിയപ്പനും മരുമോനും തമ്മിലുള്ള വഴക്ക് ഇയാൾ കേട്ടിട്ടുണ്ട്? ഇല്ല, വളരെ കുറവാണ്. അവര് തമ്മിൽ ജീവിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ വഴക്കില്ല. പക്ഷേ അവർ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരു എന്റർപ്രൈസ് ചെയ്യാനായിട്ടൊന്ന് മാറും. അമ്മായിപ്പം ഭരിക്കും. സ്കൂളിൽ പോകുമ്പോൾ നൂറുകണക്കിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അറിവ് കിട്ടുക ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹ രൂപീകരണത്തിന് വേണ്ടിയാണ്. അത് ഈ ഇട്ടാവട്ടത്തിൽ കിടക്കണോണ്ടാണ് മൈത്രേയന് അത് മനസ്സിലാവാത്തത്. അമ്മായിയപ്പനും മരുമോനും തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. മെയിനായിട്ട് സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. എത്ര അമ്മായിയപ്പന്മാരായിട്ട് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മായിയമ്മയും മരുമോളും തന്നെയാണ്. അപ്പം എന്നാലും അമ്മായിയപ്പനും മരുമോളും ഒരുമിച്ച് താമസിക്കില്ല എന്ന് വെച്ചാൽ അടി ഉണ്ടാവില്ല എന്നാരാ പറഞ്ഞു? ഇഷ്ടമാതിരി അടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അയലൊക്കെ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അടി കേസൊക്കെ ഉണ്ടായതാണ്. അത് കാരണം കുറ്റിക്കിട്ടെങ്ങാണ്ട് അടിച്ചു മരുമോൻ്റെ വീട്ടുകാരെല്ലാം വന്ന് ഇവിടെ കിടന്ന് മുട്ടം പടയൊക്കെ ആവും. അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അപൂർവമായിട്ടേ ഉണ്ടാവാറ്. അപൂർവങ്ങളായിട്ട് ഇത് വെള്ളമാണ്. അമ്മായിമ്മ മരുമോളൊക്കെ പോയതിനേക്കാളും കൂടുതൽ, പക്ഷേ വളരെ കുറവാണ് എന്നുള്ളൂ. അമ്മായിമ്മ മരുമോൾ തമ്മിത്തല്ലാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ എന്നിരുന്നാലും മരുമോനും അമ്മായിപ്പനും തമ്മിൽ നല്ല അടി ഉണ്ടാവാറുണ്ട്. യോജിപ്പുണ്ട്. അത് ചിലപ്പോൾ കഴിക്കണയൊക്കെ ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ടാവും. പക്ഷെ അവർ തമ്മിൽ അടിയൊന്നും ഉണ്ടാവില്ല എന്നൊന്നും തീർത്തും പറയാൻ പറ്റില്ല. അവർ തമ്മിലും അടിയുണ്ടായിരുന്നു.